വെറും 12 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പയ്യൻ. ഒരു ജ്ഞാനിയെപ്പോലുള്ള അവന്റെ സംസാരം ജെറുസലേം ദേവാലയത്തിലെ വേദപണ്ഡിതന്മാരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചുകളഞ്ഞു. ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി തർക്കം തുടങ്ങിയിട്ട്. വേദഗ്രന്ഥങ്ങൾ തിരിച്ചും മറിച്ചും തലനാരിഴ കീറി ചികഞ്ഞു മറിക്കുകയാണവൻ, ആ 12 വയസ്സുകാരൻ. അബ്രഹാമിന്റെ ദൈവമായ മോശയുടെ ദൈവമായ യഹോവ. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവം? ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യം. എന്തു മറുപടി പറയും? ദേവാലയത്തിലെ വേദപണ്ഡിതന്മാർ ഇരുന്നു വിയർത്തു. മോശയുടെ ദൈവമായ യഹോവയാണ് യഹൂദന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പിതാവായ അബ്രഹാമിനെ തള്ളിപ്പറയുന്നുവോ എന്ന ചോദ്യം ഉയരും. എൽഇ എന്ന അബ്രഹാമിന്റെ ദൈവത്തെ സ്വീകരിച്ചാൽ യഹോവയെയും മോശയുടെ ന്യായപ്രമാണത്തെയും തള്ളേണ്ടി വരും. ഉത്തരം പറയാനാകാതെ റബ്ബിമാർ വിയർത്തു. ദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചതായി തിരുവെഴുത്തുകളിൽ പറയും. എന്നാൽ പിന്നീട് ഒരു വിഭാഗം ജനങ്ങൾ മാത്രം ദൈവത്തിന്റെ പുത്രന്മാർ ആയി മാറും. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം ചെയ്യുന്നതായി തിരുവെഴുത്തുകളിൽ വായിക്കാൻ കഴിയും. യഹൂദർ മാത്രം ദൈവത്തിന്റെ പുത്രന്മാരും യഹൂദരല്ലാത്തവർ മനുഷ്യരുടെ പുത്രന്മാരും ആകുന്നതെങ്ങനെ? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചു ജീവിക്കുന്നവരെ മാത്രമാണോ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായി കാണുന്നത്? മോശയുടെ ദൈവമായ യഹോവയെ മാത്രം ആരാധിക്കുന്നവർ മാത്രമാണോ ദൈവപുത്രന്മാർ? യഹൂദനായ ഞാൻ അബ്രഹാമിന്റെ ദൈവമായ എലിനെ ആരാധിക്കുന്നു എങ്കിൽ ഞാൻ ദൈവപുത്രനോ അതോ മനുഷ്യപുത്രനോ? തർക്കം 3 ദിവസമായി തുടരുകയാണ്. ഒരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമില്ല. ഈ സമയം യേശുവിനെ അന്വേഷിച്ച് മാതാപിതാക്കന്മാർ അവിടെ എത്തിയതായി യേശു മനസ്സിലാക്കുന്നു. ഇനിയും തർക്കം തുടരാൻ നിവൃത്തിയില്ല. യേശു ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കി. യേശു എന്ന ഞാൻ പരിച്ഛേദന ഏറ്റവനും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനും ആകുന്നു. എന്നാൽ ഞാൻ ആരാധിക്കുന്നത് മോശയുടെ ദൈവമായ യഹോവയെ അല്ല, അബ്രഹാമിന്റെ ദൈവമായ ഏൽ ആകുന്നു എന്റെ ദൈവം. എങ്കിൽ ഞാൻ ദൈവപുത്രനോ അതോ മനുഷ്യപുത്രനോ? ഈ ചോദ്യം വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയ സമയത്ത് യേശു മാതാപിതാക്കളോടൊപ്പം ദേവാലയം വിട്ടിറങ്ങി. തുടർന്ന് ദേവാലയത്തിലെ പുരോഹിതശ്രേഷ്ഠന്മാർ അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത്രമാത്രം പാണ്ഡിത്യവും ഇത്രമാത്രം ജ്ഞാനവും ഇവൻ എവിടെ നിന്നുമാണ് നേടിയത്? ഇവൻ നമ്മുടെ സെഖര്യാവ് റബ്ബിയുടെ ചാർച്ചക്കാരിയായ മറിയുടെ മകനാണെന്ന് പറയും. കഴിഞ്ഞ 10 വർഷമായി ഇവൻ മിസ്രൈമിലായിരുന്നെന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവനെ ഇതുവരെയും അറിയാതിരുന്നത്. അവർ അവനെക്കുറിച്ച് പരസ്പരം അഭിപ്രായപ്പെട്ടു. യേശുവിന് 2 വയസ്സ് പ്രായമായപ്പോൾ മാത്രമാണ് കിഴക്കുനിന്നും ജ്യോതിഷവിദ്വാൻമാർ ദീർഘദൂരം യാത്ര ചെയ്ത് യഹൂദ്യദേശത്ത് വന്നെത്തുന്നത്. ദേശത്ത് യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്ന ശിശു എവിടെ ജനിച്ചിരിക്കുന്നു എന്ന് അവർ ആദ്യം തിരക്കുന്നത് ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിൽ തന്നെയാണ്. അവിടെ അങ്ങനെ ഒരു ജനനം നടന്നിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ കുട്ടിയെ മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നതും അവസാനം കണ്ടെത്തുന്നതും. യേശു ജനിക്കുന്നതിന് 500 വർഷം മുൻപ് ഭാരതത്തിലെ പാലി രാജ്യത്തെ രാജകൊട്ടാരത്തിൽ ഒരാൺകുഞ്ഞു പിറന്നപ്പോഴും സമാനമായ ചില സംഭവങ്ങൾ നടന്നിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ ഭാവിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാജാവാകുമെന്നായിരുന്നു ജ്യോതിഷന്മാരുടെ പ്രവചനം. എന്നാൽ അവരിൽ ഒരാൾ മാത്രം, ഒരു ജ്യോതിഷവിദ്വാൻ മാത്രം തന്റെ സമകാലികരുമായി പൂർണ്ണമായും യോജിച്ചില്ല. സിദ്ധാർത്ഥ രാജകുമാരൻ ലോകപ്രശസ്തനാകും എന്ന കാര്യത്തിൽ അയാൾക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രശസ്തി 2 രീതിയിൽ സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജകുമാരൻ ഒരുപക്ഷെ ഒരു വലിയ ചക്രവർത്തി എന്ന നിലയിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ഒരു വലിയ സന്യാസി എന്ന നിലയിലും ലോകപ്രശസ്തനാകാൻ സാധ്യത കാണുന്നുണ്ട്. ആ ജ്യോതിഷ പണ്ഡിതൻ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത എന്നും അയാൾ അഭിപ്രായപ്പെട്ടു. ആ ജ്യോതിഷ വിദ്വാൻ പ്രവചിച്ചതുപോലെ തന്നെ പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിന്റെ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോവുകയും സന്യാസി ജീവിതം സ്വീകരിച്ച് ബുദ്ധനായി മാറുകയും ചെയ്ത കഥചരിത്രമാണ്. യേശുവിന്റെ കാര്യത്തിലും പിന്നീട് അതുതന്നെയാണ് സംഭവിച്ചത്. യഹൂദന്മാരുടെ രാജാവാകുമെന്ന് പ്രവചിച്ച പൈതൽ പിന്നീട് ലോകമറിയുന്ന ആത്മീയ ഗുരുവായി മാറിയതെങ്ങനെ എന്ന കഥയിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആ 2 വയസ്സുകാരൻ യേശുവിനെ പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 12 വയസ്സിലാണ്. യേശു ആ പ്രായത്തിൽ ഏറെ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. വളരെയേറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു.
വേദപണ്ഡിതന്മാരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള അറിവും കൂടുതൽ അറിയാനുള്ള ആവേശത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന ചോദ്യശരങ്ങളും കൊണ്ട് ആ 12 വയസ്സുകാരൻ തദ്ദേശീയരായ പണ്ഡിതന്മാരെ വട്ടം കറക്കി. കേട്ടവരെല്ലാം അവന്റെ അറിവിലും പാണ്ഡിത്യത്തിലും ആശ്ചര്യപ്പെട്ടു. 12 വയസ്സുമാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇതെങ്ങനെ സാധ്യമായി? 2 വയസ്സിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന യേശുവിന് പിന്നീട് 10 കൊല്ലത്തോളം അവിടെ തന്നെ തുടരേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അക്കാലത്ത് ഈജിപ്തിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാർ താമസിച്ചിരുന്നു. അവരുടെ സമൂഹത്തിനായി സിനഗോഗുകളും പഠനകേന്ദ്രങ്ങളും അവർ അവിടെ നിർമ്മിച്ചിരുന്നു. അതുകൂടാതെ ബുദ്ധമത മിഷണറിമാരുടെ വിദ്യാലയങ്ങൾ അഥവാ വിഹാരങ്ങൾ എല്ലാം അക്കാലത്ത് അലക്സാണ്ട്രിയയിൽ നിലവിലുണ്ടായിരുന്നു. ബാല്യം മുതലേ അലക്സാണ്ട്രിയയിലെ ബുദ്ധമത പണ്ഡിതന്മാരാണ് യേശുവിന് പൗരസ്ത്യ തത്വചിന്തയുടെ ജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊടുക്കുന്നത്. വെറും 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നപ്പോൾ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരെ തന്റെ ജ്ഞാനം കൊണ്ട് അമ്പരപ്പിക്കാൻ യേശുവിൻ എങ്ങനെ കഴിഞ്ഞുവെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ആയിക്കഴിഞ്ഞു. യഥാർത്ഥ ആത്മീയജ്ഞാനികളുടെ ദേശമായ ഭാരതത്തിൽ പഠനം തുടരാൻ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞു. ആ സമയം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പിതാവിനോടൊപ്പം ഒരു തച്ചനായി തുടരണമോ അതോ തന്റെ ആത്മീയജ്ഞാനയാത്ര ആരംഭിക്കണമോ? ഈ ചോദ്യത്തിന് യേശു എന്തുത്തരമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? സിദ്ധാർത്ഥ രാജകുമാരൻ രാജാധിരാജന്റെ സുഖഭോഗങ്ങൾ ആസ്വദിച്ച് ആ രാജധാനിയിൽ ആജീവനാന്തം തുടരാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ രാജകീയ ജീവിതം വലിച്ചെറിഞ്ഞ് ബോധോദയത്തിന്റെ സ്വർഗ്ഗലോകം പോകിയെങ്കിൽ തലക്കുള്ളിൽ ജ്ഞാനത്തിന്റെ പെരുമ്പറ മുഴങ്ങുന്ന യേശുവിന് ഒരു തച്ചന്റെ ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും? ജ്ഞാനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരുവനും അത് സാധ്യമാവുകയില്ല. ബുദ്ധനെപ്പോലെ യേശുവും തന്റെ വഴി തിരഞ്ഞെടുത്തു. മനുഷ്യപുത്രൻ വീടുവിട്ടിറങ്ങി. തന്റെ യാത്ര തുടങ്ങി. ഒരു നീണ്ട യാത്ര, കിഴക്കോട്ടുള്ള യാത്ര, കൂടുതൽ കിഴക്കോട്ട്. മനുഷ്യപുത്രനോടൊപ്പം നിങ്ങളെയും ഈ യാത്രയിൽ പങ്കുചേരാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. Thank you for watching. Stay tuned for the next episode. Goodbye.